ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ വരുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുന്നവരാണ്, സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നവരാണ് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ലൈഫിലെ CS എന്ന് പറഞ്ഞൊരു കരിയറിലേക്ക് കയറിയത് തന്നെ ആ ഒരു പാഠം ഉൾക്കൊണ്ട എന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ ആരുമില്ല. CS എന്ന് പറഞ്ഞൊരു കോഴ്സ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. BCom കഴിയുന്നു 2017. അത് കഴിഞ്ഞിട്ട് ഒരു സുഹൃത്തിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് CA ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു. പക്ഷെ അവരപ്പോൾ പറയുന്നത് വെച്ചാൽ പാസിംഗ് പെർസെൻ്റ് ലോ ആണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ ഇതൊക്കെ പാടാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് തന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു MBAക്ക് പോവുക, അതല്ലെങ്കിൽ ഒരു MCOMന് പോവുക, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു PSC ടെസ്റ്റ് എഴുതി അങ്ങനെ തരാം. പക്ഷേ അങ്ങനൊരു താല്പര്യം എനിക്ക് എൻ്റെ കരിയറിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഫ്രണ്ട് വഴി തന്നെ ഈ പറഞ്ഞിതാക്കി ലാസ്റ്റ് ACC എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് എൻ്റെ ടേസ്റ്റ് അല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതൊരു കുറേ നാളുകൾ എടുത്തു ഞാൻ എൻ്റെ ടേസ്റ്റ് കണ്ടുപിടിക്കാൻ. അതിനിടയ്ക്ക് എനിക്ക് ജോബിന് പോകേണ്ടി വന്നു. ആ ജോബിൻ്റെ ഇടയിൽ വെച്ചാണ് ഞാൻ ഇത് പോരാ എന്ന് വെച്ചാൽ ഒരു ജോബിന് കയറിയപ്പോഴാണ് മനസ്സിലായത് എനിക്കിത് പോരാ, ഒരു പൊസിഷൻ വേണം, ഒരു ഡെസിഗ്നേഷൻ എനിക്ക് വേണമെന്ന് തോന്നുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു കാലിബർ എന്താ അല്ലെങ്കിൽ എൻ്റെ നോളജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രോബ്ലം പേപ്പർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം നോക്കിയപ്പോഴാണ് ലോ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ അതിൽ തിയറി പേപ്പേഴ്സ് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് CS കടക്കുന്നത്. CS അതിന് തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതി. ഫസ്റ്റ് ഫെയിലായിരുന്നു. പിന്നെ സെക്കൻഡ് ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്തു. അതിലെന്തായാലും ഞാൻ പാസ്സായി. അത് കഴിഞ്ഞാണ് എക്സിക്യൂട്ടീവ് എന്നുള്ള രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ വന്നത്. ഏകദേശം ഒരു 5 അറ്റംപ്റ്റോളം ഞാനത് പാസ്സാവാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. ഒരു CS സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോറായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ലോ എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ കമ്പനി സെക്രട്ടറി അതെന്തായാലും അത് ചെയ്തിരിക്കണം. ആ ഒരു വേറെ പല ടോപ്പിക്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അത് എന്ത് കോൺസെൻട്രേഷൻ ചെയ്തെങ്കിലും കമ്പനിയിലൂടെ ഫുള്ള് കൺസെപ്റ്റ് അറിയാതെ നമ്മൾ കമ്പനി സെക്രട്ടറി എന്നുള്ള ഒരു കരിയറിലോട്ട് കയറിയിട്ട് ഒരു പ്രത്യേകിച്ചൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പല സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ബുക്കിഷ് നോളജ് അവർക്ക് ഇല്ല. കാരണം അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു PDF അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് അങ്ങനെ പഠിച്ചു പോകുന്നു. എല്ലാം സ്കിപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യുന്നവരെ ഞാൻ കണ്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു PDF വേർഷൻ കൊടുക്കുന്ന ആ PDF മാത്രം എടുക്കുന്നു. അതിനുശേഷം എന്താ പറയുക അത് മാത്രം വെച്ച് പോയി എക്സാം എഴുതും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മളാ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാധനങ്ങൾ അതുപോലെ തന്നെ അവിടെ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ എന്താ പറയുന്നത്, ടഫായിരുന്നു. അത് എന്തുകൊണ്ടാണ് ടഫ്? നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്തില്ല, അതാണ് ടഫ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റഡി മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഔട്ട് ഓഫ് റിസോഴ്സ് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആകെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ, വേർഡിന് ഡൗട്ട് വരുവാണെങ്കിൽ ആ വേർഡിന് ഡൗട്ട് നമുക്ക് ലോയെ സംബന്ധിച്ചല്ല, ലോയിൽ കുറേ ലോ വേർഡ്സ് ഉണ്ട്. ആ ലോ വേർഡ്സ് ഞാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫുള്ള് ഞാനൊരു എന്താ പറയുക എക്സിക്യൂട്ടീവ് സെൽഫ് സ്റ്റഡി ആയിട്ട് പാസ്സായിട്ട് ഇറങ്ങിയത്. ഇപ്പം ഞാൻ CS പ്രൊഫഷണലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയിലോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് CS കോച്ചിങ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ക്ലാസ് തുടങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഗോളായിരുന്നു, അല്ലെങ്കിൽ ഒരു എയിമായിരുന്നു, ഒരു ആഗ്രഹം എന്നൊക്കെ പറയാൻ നമ്മുടെ ലൈഫിൽ. അപ്പം അതിന് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു. ഇപ്പോൾ എൻ്റെ ടൈം ആയി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന് ഞാനെടുക്കുന്ന എനിക്ക് തറവായിട്ടുള്ള സബ്ജക്റ്റാണ് കമ്പനി ലോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാസ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ വരുന്ന ജനുവരി 15 മുതലാണ് ഞാൻ കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ CS എക്സിക്യൂട്ടീവിൻ്റെ ഫസ്റ്റ് മുതലുള്ള പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എടുക്കുന്നത് ഫുള്ളും സെക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. സെക്ഷൻസ് അത് ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി. നമ്മളിപ്പം CS പഠിക്കുന്ന പല സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ
പറയുമ്പം സെക്ഷൻസ് നോട്ട് ചെയ്യാൻ അവർക്ക് പാടാണെന്നാണ് പറയുന്നത്. അത് പറ്റുന്നില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു 450 അറൗണ്ട് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഇത്രയും ഓർത്ത് വെക്കാൻ സ്വാഭാവികം. പക്ഷെ അതിനകത്തൊരു 10 രൂപ വേണമെങ്കിലും ഒരു കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നാണക്കേടാണ് നമുക്ക്. അപ്പോൾ സെക്ഷൻ ഓറിയന്റഡും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ സെക്ഷൻ എനിക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വരുന്ന ജൂൺ 2026 കമ്പനി സെക്രട്ടറിയൽ എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിലും അതുപോലെ കമ്പനി ലോയിൽ നല്ലൊരു എന്താ പറയുക എക്സ്പോഷർ കിട്ടി നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ